വണ്ടർഫുൾ ഡേ ടു എവറി വൺ. കാർവിംഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർവിംഗ് ആണ്. ക്യാരറ്റ് പംകിൻ. ക്യാരറ്റിൽ ഒരു നോർമൽ ഫ്ലവറും പംകിനിൽ ഒരു നോർമൽ ലീഫും ഒക്കെ ആയിട്ടുള്ള ഒരു കാർവിംഗ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, സോ ഗോ ഫോർ കാർവിംഗ്. ഫസ്റ്റ് നല്ല രീതിയിൽ പീൽ ചെയ്തെടുക്കണം ക്യാരറ്റ്. കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും, മോയ്സ്ചർ കിട്ടും. പിന്നെ ഇത് കാർവിംഗ് നൈഫാണ്. അതേപോലെ വേറൊരു കാർവിംഗ് നൈഫ്, തായ് കാർവിംഗ് നൈഫും നോർമൽ കാർവിംഗ് നൈഫും അത്യാവശ്യം വിലയുള്ള സംഗതിയാണ്. ഇതിൽ രണ്ട് നൈഫുണ്ട്, ഈ ഭാഗത്തെ നൈഫുണ്ട്, ഈ ഭാഗത്തെ നൈഫുണ്ട്. ഓക്കെ, നമുക്ക് നോർമൽ കാർവിംഗ് നൈഫ് യൂസ് ചെയ്യാൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ. അതിന് മുമ്പ് ചെറിയൊരു ലൈൻ കൊടുക്കാം. ഈ പില്ലറിൻ്റെ സൈഡ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. അപ്പോൾ അതിന് പാർട്ടികളുടെ മാർക്ക് കിട്ടും. നമുക്ക് ഒരു 5 പെറ്റലുള്ള ഫ്ലവർ അതാ ഫസ്റ്റ് നോക്കുന്നത്. 2, 3, 4, 5. ഓക്കെ, ഇനി ചിലപ്പോൾ ഇത് പൊട്ടിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല കെയറോടുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. 1, 2, 3, 4. നമ്മൾ കെയർ ചെയ്തിട്ട് കിടത്തിയെടുക്കണം. ഓക്കെ, സിമ്പിളായിട്ടുള്ള അവിടെ കഴിഞ്ഞു. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു ഫ്ലവറല്ല, നമ്മൾ കുറച്ചധികം ഫ്ലവർ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ഫ്ലവർ ആകുമ്പോൾ ഭംഗിയുണ്ടാവില്ല. നമുക്കൊരു 5-10 ഞാൻ മുറിച്ചെടുക്കും. ഒരു ക്യാരറ്റ് തന്നെ നമുക്കൊരു 4 കൂടുതൽ, അതായത് ചിലപ്പോൾ ഒരു നല്ല കെയറോട് കട്ട് ചെയ്യുകയാണെങ്കിൽ 5-6 ഫ്ലവർ കിട്ടും. ഇങ്ങനത്തെ ഫ്ലവർ അത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. വെള്ളത്തിലിട്ട് നന്നായിട്ട് നല്ലത്. ഓക്കെ, അതുകൂടി വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ പരിശീലിക്കുമ്പോൾ ആദ്യം പരിശീലിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോയി വരും. പക്ഷേ നിരന്തരമായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടുന്നതിന് എണ്ണം കുറയ്ക്കും. പൊട്ടി പോലാതെ പാടില്ല, പക്ഷേ പൊട്ടുന്നതിന് എണ്ണം കുറയ്ക്കാം. സിമ്പിളായിട്ട് വെള്ളത്തിൽ ചേർത്ത് അപ്പോൾ മോയ്സ്ചർ ഉണ്ടാവും. ഓക്കെ, അറിയാം. ലീഫ് കട്ട് ചെയ്യാം. എല്ലാ പങ്കിനാണ് ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എത്ര ലീഫ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ലീഫിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതൊരു ഭംഗി കൂടും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കുറേ പീസുകൾ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കും. നൈഫ് യൂസ് ചെയ്ത് അതെല്ലാം കട്ട് ചെയ്തിട്ട് കളഞ്ഞാൽ മതി കേട്ടോ. ആ തലത്തോടെ ഇരിക്കട്ടെ. ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. കട്ട് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കണം. എടുക്കുന്നു. കട്ടിങ് കൂടുതൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ 2 ലീഫ് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലീഫ് എടുത്ത് ഒരു ലീഫ് ഇങ്ങനെ ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഷേപ്പ് നമുക്കൊന്നും കൂടി ക്ലിയർ ആക്കി എടുക്കാം. അതേസമയം തന്നെ ഈ ഗ്രീൻ പാർട്ട് കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ച് കാർവിംഗ് സ്കില്ല് വേണ്ട സംഗതിയാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ലീഫിൻ്റെ സെൻറ്ററിലുള്ള പാർട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ലീഫിൻ്റെ സെൻറ്ററിലുള്ള പാർട്ട് ഓക്കെ. ഇനി നമുക്ക് കട്ടിങ് കൂടെ മുകളിൽ വെച്ച് ചെയ്യാം. ഈ ഭാഗത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് നല്ല കട്ട് ചെയ്യാം. ലീഫിന് ഉള്ള പ്രൊജക്ഷൻസ് ഇതിൻ്റെ ഭംഗി വരുന്നത് എത്രമാത്രം നമുക്ക് പ്രൊജക്ഷൻസ് കൊടുക്കാൻ പറ്റും അത്രയും ഭംഗിയായി. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു ലീഫ് നമ്മൾ മനസ്സിൽ കാണണം. അത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെജിറ്റബിൾ ഫ്രഷ്നസ് വലിയൊരു ഘടകമാണ്. എത്ര ഫ്രഷ് വെജിറ്റബിൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗി കിട്ടും. ഇതൊരു വാടിയൊന്നും എടുക്കരുത്. ഇതാണ് ഒരു ലീഫ്. ഇതേപോലത്തെ ഒരു 5-10 ലീഫ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഫ്ലവേഴ്സിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ,
ഓക്കെ, നമ്മുടെ കാർവിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ബാംബു സ്റ്റിക്ക് വേണം. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു പാർട്ട് വേണം. ഇത് ഞാൻ പംകിൻ നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്താണ്. നമ്മൾ ലീഫ് കാർവ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള പംകിൻ നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്താണ്. അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ വയ്ക്കുക. സ്കൂപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഇതിൽ നിന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കുക. നല്ല ഹാർഡാണ്, കാരണം ഉണ്ടല്ലേ, വളരെ സിമ്പിളാണ്. അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പിൻ ചെയ്യുക. ഓക്കെ, നമുക്കിത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഡിസ്പ്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ആർക്കെങ്കിലും ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. സോ വൺസ് അഗെയിൻ വിഷ് യു എ വണ്ടർഫുൾ ഡേ ടു എവരിവൺ. താങ്ക് യു. ബൈ ബൈ.